ఢిల్లీ పార్లమెంటు ముందు నిరసన చేశారు కేరళ ఎంపీలు. ఆశా వర్కర్లకు మద్దతుగా వారి గౌరవ వేతనం 21,000కు పెంచాలని డిమాండ్ చేస్తూ ప్లకార్డులతో నిరసన తెలిపారు. రిటైర్మెంట్ బెనిఫిట్ 5 లక్షలు ఇవ్వాలని కోరారు. నెల రోజులుగా కేరళ సెక్రటేరియట్ ఎదుట ఆందోళన చేస్తున్నారు ఆశా వర్కర్లు. ఆరోగ్య రంగంలో ఆశా వర్కర్లు 24 గంటలు పనిచేస్తున్నారు. ఆశా వర్కర్లకు రోజుకు 233 రూపాయలు వేతనం ఇస్తున్నారని, అది కూడా సక్రమంగా ఇవ్వట్లేదని ఆరోపించారు కాంగ్రెస్ ఎంపీ కేసీ వేణుగోపాల్. ఆశా వర్కర్లకు రిటైర్మెంట్ బెనిఫిట్స్ అందడం లేదని చెప్పారు. കേരളത്തിലെ ആശാ വർക്കർമാർ നടത്തിക്കൊടുക്കുന്ന സമരവും അവരുടെ ന്യായമായ ആവശ്യങ്ങളും കഴിഞ്ഞ 30 ദിവസത്തിലധികമായിട്ട് സമരം നടത്തുന്ന ആശാ വർക്കർമാരെ അവഹേളിക്കാനും അപമാനിക്കാനും ആ സമരത്തെ നിന്ദ്യമായ രീതിയിൽ കൈകാര്യം ചെയ്യാനുമാണ് സംസ്ഥാന സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും അവരെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെ പഴിചാരുകയാണ്. കേന്ദ്രമാകട്ടെ സംസ്ഥാന സർക്കാരിനെ പഴിചാരുകയാണ്. ഫലത്തിൽ സമരത്തിന്റെ ആധാരമായി ഉന്നയിച്ച ആവശ്യങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ഒരു നടപടിയും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ സ്വീകരിക്കുന്നില്ല. രണ്ട് സർക്കാരുകളും ഒരുപോലെ ഈ സമരത്തെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് സാധാരണക്കാരുടെ സമരമാണ്. ഏറ്റവും കൂടുതൽ കരുണ അർഹിക്കുന്ന ഒരു വിഭാഗം ആശാ വർക്കർമാർ, കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ ശക്തമാക്കാൻ ഏറ്റവും കഠിനാധ്വാനം ചെയ്യുന്ന ആശാ വർക്കർമാർ, അവരുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് സംരക്ഷിക്കാൻ വേണ്ടിയുള്ള സമരമാണ്. ഈ സമരത്തെ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിന് പകരം അതിനെ ഇല്ലാതാക്കാനാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മത്സരിച്ച് ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് അനുവദിക്കാൻ പറ്റില്ല. ഈ സമരം അവസാനിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റും അടിയന്തരമായി ഇടപെടണം. ആശാ വർക്കർമാരുടെ ആനുകൂല്യം 2005-ൽ UPA സർക്കാർ ഇത് കൊണ്ടുവന്നപ്പോൾ 20 വർഷം കഴിഞ്ഞു. അവരുടെ സേവനം അവർ തെളിയിച്ചു കഴിഞ്ഞു. അവർ ഈ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കോൺട്രിബ്യൂഷൻ തെളിയിച്ചു കഴിഞ്ഞു. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ, അവരുടെ സേവന വേതന വ്യവസ്ഥകൾ പരിഹരിക്കാൻ നടപടിയെടുക്കണം. 25 കൊല്ലം വർക്ക് ചെയ്താലും പിരിഞ്ഞു പോകുമ്പോൾ ശൂന്യമായ കൈകളുമായി പിരിഞ്ഞു പോകുക എന്ന് പറയുന്നത് ഏത് തൊഴിലുണ്ട്? അവരാദ്യം തൊഴിലാളികളായി കണക്കിലാക്കണം. എന്നിട്ട് അവർക്ക് ആനുകൂല്യം കൊടുക്കണം, റിട്ടയർമെന്റ് ബെനിഫിറ്റ് കൊടുക്കണം. മിനിമം ഓണറേറിയം 21,000 രൂപയാക്കി മാറ്റണം. 21,000 രൂപയെങ്കിലും ഓണറേറിയം കൊടുക്കണം. ഇതാണ് ന്യായമായ അവരുടെ ആവശ്യങ്ങൾ. ഈ ആവശ്യങ്ങൾക്ക് നേരെ കണ്ണടക്കുന്ന കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടാണ് ഇന്ന് ഞങ്ങൾ സമരം ചെയ്തത്. വരും ദിവസങ്ങളിലും ഈ പ്രശ്നം ഉന്നയിക്കും. പാർലമെന്റിൽ, രാജ്യസഭയിൽ, ഹെൽത്തിന്റെ ചർച്ചയിൽ ഇത് ശക്തമായി ഉന്നയിക്കും. ലോക്സഭയിലും ഇത് ഉന്നയിക്കും. കേന്ദ്ര സർക്കാർ ഈ മെല്ലെപ്പോക്ക് നയം അവസാനിപ്പിക്കണം. സ്റ്റേറ്റ് ഗവൺമെന്റുമായി ഒന്നിച്ചിരുന്ന് ഈ പ്രശ്നം ചർച്ച ചെയ്ത് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ പരിശ്രമിക്കണം. സിംപതറ്റിക് ഇഷ്യൂ ഓഫ് ആശാ വർക്കേഴ്സ് ഇൻ കേരള. Last 30 days they are on an agitation for their wages, remuneration and the retirement benefit. Actually, we people know that, the entire nation know that how much they are contributing the health sector. Really, the ASHA workers are the warriors of the health sector. During the COVID period also, their contribution was everybody appreciated. But the center and state governments are blaming each other. They are not considering their genuine issues. So our today's agitation, yesterday also we raised in the parliament, coming days again we will raise this in the parliament. Today we agitated requesting central government to intervene in this issue, call the state government officials. Central and state has to sit together and to solve this issue.